മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഡാറ്റ ബാർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ഡാറ്റ ബാർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബിലെ കണ്ടീഷണൽ ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ബാർസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് സൈഡിൽ കാണുന്ന ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഡാറ്റയിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാതെ നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ വേറെ വേറെ കളറുകളിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബിലെ കണ്ടീഷണൽ ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ന്യൂ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. സെലക്ട് എ റൂൾ ടൈപ്പ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഫോർമാറ്റ് ഓൾ സെൽസ് ബേസ്ഡ് ഓൺ ദെയർ വാല്യൂസ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോർമാറ്റ് സ്റ്റൈൽ എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഞാൻ ഡാറ്റ ബാർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഷോ ബാർ ഓൺലി എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന ഫിൽ എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഞാൻ ഗ്രേഡിയൻ ഫിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കളേഴ്സ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നെഗറ്റീവ് വാല്യൂ വേറെ കളറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ കളർ എന്നുള്ള സ്ഥലത്ത് ഞാൻ ഈ ഒരു റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു വിൻഡോ ഞാൻ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ശേഷം ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഈ ഒരു വിൻഡോയും ഞാൻ ഓക്കെ എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് വാല്യൂ എല്ലാം ഗ്രീൻ കളറിലും നെഗറ്റീവ് വാല്യൂ എല്ലാം റെഡ് കളറിലും ആ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യാതെ ഡാറ്റ ബാർസ് മാത്രം ക്രിയേറ്റ് ആയത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.